വേനൽമഴ ആർത്തു പെയ്യുമ്പോൾ സ്വന്തം മേൽക്കൂര തകർന്ന് ദേഹത്തേക്ക് വീഴുമെന്ന് ആശങ്കപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മൾ ഇന്ന് രാവിലെ സംപ്രേഷണം ചെയ്തിരുന്നു. ഈ വലിയ അപകടം മുന്നിൽ കണ്ട് പേടിച്ച് കഴിയുന്ന ഒരു നാലംഗ കുടുംബത്തിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷക സ്ക്രീനിൽ കാണുന്ന. മലമ്പുഴയിലാണ് ഈ സംഭവം. ചെറാടിൽ വിജയാനന്ദൻ, രജനി ദമ്പതികളും രണ്ട് പിഞ്ചു മക്കളുമാണ് ഈ കൂരയിൽ ആശങ്കയുടെ മുൾമുനയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് കഴിയുന്നത്. ഇപ്പോൾ ഈ കുടുംബത്തിന് ആശ്വാസം പകരുന്ന ഒരു വാർത്ത വരുന്നു. ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തയ്യാറായി ഒരു സ്ഥാപനം മുന്നോട്ട് വന്നിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാലക്കാട് ഇവർക്ക് വീട് വെച്ച് നൽകാമെന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസാണ് ഇക്കാര്യം നമ്മളെ അറിയിച്ചത്. നിങ്ങൾക്കറിയാം, പാലക്കാട് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനമാണ്. ഈ സ്ഥാപനമാണ് ഇവർക്ക് വീട് വെച്ച് ഇവർക്ക് ആശ്വാസം എത്തിക്കാം എന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ദീപക് ധർമ്മടം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു ഡോക്ടർ പി കൃഷ്ണദാസ് നമ്മളെ അറിയിച്ചത്, ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ? SKN ഒരു വളരെ വലിയ സന്തോഷമാണ്. ഈ മഴയത്ത് നനഞ്ഞു കിടക്കുന്ന ഒരു കുടുംബം, നാലംഗ കുടുംബം, പാലക്കാട് മലമ്പുഴയിലെ ആ കുടുംബത്തിനാണ് ഇപ്പോൾ 24 വാർത്തയിലൂടെ ആശ്വാസമാകുന്നത്. SKN ഈ വാർത്ത വായിക്കുന്നത്, അത് അവതരിപ്പിക്കുന്നത് പാലക്കാട് നിന്നുള്ള നമ്മുടെ റിപ്പോർട്ടർ നിഖിൽ പ്രമേഷിന്റെ റിപ്പോർട്ടാണ്. ഈ വാർത്ത തന്നെ നെഹ്റു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഈ വാർത്ത കണ്ട ഉടൻ തന്നെയാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അദ്ദേഹത്തിന് വിശദാംശങ്ങൾ ചോദിക്കുന്നു. ഉടൻ തന്നെ ഞാൻ ഡെസ്കിൽ ദിലീപ് കുമാറിനോടും അതുപോലെ നിഖിൽ രമേശോട് ചോദിച്ച് വിശദാംശങ്ങൾ നൽകുന്നു. ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, അവർക്ക് ഒരു കൂരയൊരുക്കാൻ, ഒരു മഴ നനയാത്ത വീടൊരുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നെഹ്റു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ തയ്യാറാണ്. കാരണം അവർ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ്. ഈ കാര്യം SKN അറിയിക്കാൻ പറയുന്നു. ഏതായാലും ഈ വിജയാനന്ദ് കുടുംബത്തിന് ഇനി മഴ നനഞ്ഞ് കിടക്കേണ്ട ആവശ്യമില്ല. മലമ്പുഴയിലെ അവരുടെ ആ ദുഃഖം നമ്മൾ കണ്ടതാണ്. വിജയാനന്ദൻ, രജനിയും അതുപോലെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുമാണ്. ഈ കുഞ്ഞുങ്ങൾ മഴ നനഞ്ഞ് ഒരു ഫ്ലക്സ് മേൽക്കൂരിയാക്കിയ വീട്ടിലാണ് അവർ കിടക്കുന്നത്. ഈ വാർത്ത 24ന്റെ മോർണിംഗ് ഷോയിൽ പോയ വാർത്തയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു കൂരയൊരുക്കാൻ വേണ്ടി നടപടിയാകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാർത്ത പോയി 10 മിനിറ്റിനകമാണ് 24ന്റെ റീച്ച് അല്ലെങ്കിൽ 24 ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, മോർണിംഗ് ഷോയുടെ ഇമ്പാക്ട് ആണ് SKN കാണിക്കുന്നത്. ഒരു വാർത്ത ബ്രേക്ക് ചെയ്യുന്നു, ആ വാർത്ത അവരുടെ ഒരു ദുരിതത്തിന്റെ വാർത്ത വരുന്നു. 10 മിനിറ്റിനകം അവർക്ക് ഒരു സുമനസ് ഉള്ള പി കൃഷ്ണദാസ് ഒരു വീട് നൽകാൻ തയ്യാറാകുന്നു. അത് നമ്മളെ അറിയിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ട് ശ്രമിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചറിയിക്കുകയാണ് ഉണ്ടായത്. SKN ദീപക് ധർമ്മടമാണ് ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്. എന്തായാലും മലമ്പുഴയിൽ കൂര തകർന്നു വീഴുമെന്ന് ഭയന്ന് ജീവിക്കുന്ന വിജയാനന്ദൻ, രജനി ദമ്പതിമാരും അവർ രണ്ട് പിഞ്ചുമക്കൾക്കും ആശ്വാസമായ വാർത്ത വന്നിരിക്കുന്നു. പാലക്കാട് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് ഇവർക്ക് വീട് വെച്ച് കൊടുക്കാം എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും 24ൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെടുന്നു എന്ന് നമ്മൾ അറിയുന്നു. താങ്ക് യു ഡോക്ടർ പി കൃഷ്ണദാസ്.